നമുക്ക് വളരെയധികം സ്നേഹിക്കുന്ന പ്രശസ്ത ക്രിക്കറ്റ് താരം ശ്രീ എസ് ശ്രീശാന്ത്, കോട്ടയത്തിൻ്റെ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് നായർ, IAS അവറുകൾ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അലക്സാണ്ടർ വി ജോർജ്, സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗത്തിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ P.A. ഫിലിപ്പ്, MGOCSM ജനറൽ സെക്രട്ടറി ഫാദർ ഫിലിൻ P. മാത്യു, ഓർത്തഡോക്സ് മെഡിക്കൽ ഫോറത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് പുന്നൂസ്, നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ശരത് P. നാഥ്, വിശിഷ്ടാതിഥികൾ, ഈ കോളേജിലെ അധ്യാപകർ, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്, വിഭാസനയുടെ വോളണ്ടിയേഴ്സ്, ബെസിലിയസ് കോളേജ് വിദ്യാർത്ഥികളായ പ്രിയപ്പെട്ട സഹോദരന്മാർ, വിശിഷ്ടാതിഥികൾ, ഇന്ന് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നതിന് ലോകാരോഗ്യ സംഘടനയിൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ സംയുക്തമായി ആഹ്വാനം ചെയ്തിരിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ 10 എന്നുള്ളത്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ പ്രതിരോധിക്കുന്നതിന് പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം എന്ന ആഹ്വാനമാണ് സെപ്റ്റംബർ 10 നമുക്ക് നൽകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഓരോ വർഷവും 10 ലക്ഷത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഇതിൻ്റെ 20 മടങ്ങ് ആളുകൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2,60,000 ആളുകൾ ഓരോ വർഷവും സ്വയം മരിക്കുന്നു. കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഓരോ വർഷവും 9,000-ഓളം ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൻ്റെ 20 മടങ്ങ് ആളുകൾ എന്ന് വെച്ചാൽ 1,80,000-ഓളം ആളുകൾ കേരളത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ആത്മഹത്യകൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ അധികമാണ്. ദേശീയ ശരാശരി 1,00,011 ആണെങ്കിൽ കേരളത്തിൽ ഇത് 1,00,024 ഇരട്ടിയിൽ അധികമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടിയ ആത്മഹത്യാ നിരക്ക് കാണിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മഹത്യയിലും വയോജനങ്ങളുടെ ആത്മഹത്യയിലും കേരളം മുമ്പിൽ തന്നെയാണ്. ജീവിത നിലവാരത്തിലും വിദ്യാഭ്യാസ സൗകര്യങ്ങളിലും ആരോഗ്യ പരിപാലന രംഗത്തും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളീയ ജനത ആത്മഹത്യകളുടെ എണ്ണത്തിൽ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, സ്ഥിരതയില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, സാമൂഹികമായ സമ്പർക്കങ്ങളുടെ കുറവ്, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ, ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം തുടങ്ങി വ്യക്തിപരവും സാമൂഹികവും മനഃശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായ നിരവധി ഘടകങ്ങളുടെ സ്വാധീനം ആത്മഹത്യകൾക്ക് പിറകിലുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗവും വിദ്യാർത്ഥി പ്രസ്ഥാനവും സംയുക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിഭാസന ഇമോഷണൽ സപ്പോർട്ട് പ്രോഗ്രാം. മാനവ ശാക്തീകരണത്തിൻ്റെ ചുമതലയിൽ രൂപീകരിച്ചിട്ടുള്ള ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുടെ ഏകോപന വേദിയായ ഓർത്തഡോക്സ് മെഡിക്കൽ ഫോറത്തിൻ്റെ പ്രഥമ സംരംഭം എന്ന നിലയിലാണ് വിഭാസന ഇമോഷണൽ സപ്പോർട്ട് സെൻ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാരിക പ്രതിസന്ധി നേരിടുന്ന വ്യക്തികളെ സാന്ത്വനിപ്പിക്കുക, കുടുംബജീവിതത്തെ ശാക്തീകരിക്കുക, ആത്മഹത്യകൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആവിഷ്കരിച്ചിട്ടുള്ള ഈ പദ്ധതി സഭയ്ക്കും സമൂഹത്തിനും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ആശീർവദിച്ച് നൽകിയിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു സമ്മാനമാണ്. അഭിനന്ദ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തിലും മാനവ ശാക്തീകരണ വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ P.A. ഫിലിപ്പ്, വിദ്യാർത്ഥി പ്രസ്ഥാന ജനറൽ സെക്രട്ടറി ഫാദർ ഫിലിൻ P. മാത്യു, ഓർത്തഡോക്സ് മെഡിക്കൽ ഫോറം സെക്രട്ടറി ഡോക്ടർ വർഗീസ് പുന്നൂസ് തുടങ്ങിയവരുടെ മാർഗനിർദ്ദേശത്തിലും പ്രവർത്തിക്കുന്ന
പ്രവർത്തിക്കുന്ന വിപാസന സെന്ററിൽ 27 സന്നദ്ധ പ്രവർത്തകർ സേവനം ചെയ്യുന്നു. ടെലിഫോൺ ഹെൽപ്പ് ലൈനിലും ബോധവൽക്കരണ പരിശീലന പരിപാടികളിലും മുഖാമുഖ ചർച്ചകളിലുമൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന സേവനങ്ങൾ നിസ്തുലമാണ്. 3 മാസം മുമ്പ് വളരെ എളിയ രീതിയിൽ ആരംഭിച്ച ഈ പദ്ധതി സഭയിലും പൊതുസമൂഹത്തിലും ക്രിയാത്മകമായ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ കാതോലിക്ക ബാവായുടെ അധ്യക്ഷതയിൽ കൂടിയ പരിശുദ്ധ സുനഹദോസ് ഈ പദ്ധതി സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് തീരുമാനിച്ചത്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലേക്കും ഇടവുകളിലേക്കും വിവാസികളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി നിർവഹിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരവും കേരളത്തിൻ്റെ അഭിമാനവുമായ ശ്രീ എസ് ശ്രീശാന്ത് എത്തിയെന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾ അദ്ദേഹം അനുഭവിച്ച മനോവ്യഥയും അത് സൃഷ്ടിച്ച വൈകാരിക പ്രതിസന്ധിയും നമുക്ക് ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് ധൈര്യം പകർന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ട ഭാര്യയും സഹോദരന്മാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണെന്ന് അദ്ദേഹം പല മീഡിയ ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. വൈകാരിക പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ധൈര്യപ്പെടുത്തുന്നതിനും ശക്തീകരിക്കുന്നതിനും കുടുംബ ബന്ധങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സാധിക്കും, കുടുംബാംഗങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സാധിക്കും എന്ന വലിയ സാക്ഷ്യമാണ് ശ്രീശാന്തിന് നൽകുവാനായിട്ട് സാധിക്കുന്നത്. ആ സാക്ഷ്യം കേരളത്തിലെ യുവതലമുറ വ്യക്തമായി മനസ്സിലാക്കണം എന്ന ആഗ്രഹമാണ് ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതിൽ ഉള്ളത്. അത് അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. അക്ഷരനഗരിയുടെ ഐശ്വര്യമായി മാറിക്കഴിഞ്ഞ കോട്ടയത്തിൻ്റെ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS അവരുടെ മുഖ്യ സന്ദേശം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ദിശാബോധം നൽകും എന്ന് പ്രത്യാശിക്കുന്നു. ഇന്നത്തെ ഈ സമ്മേളനം അർത്ഥപൂർണമാകുന്നത് ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ സാമൂഹിക സേവന തൽപരതയെ പ്രകാശിപ്പിച്ച് നിർത്തുവാൻ സഹായിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ സഹകരണത്തോടുകൂടി ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രിൻസിപ്പൽ പ്രൊഫസർ അലക്സാണ്ടർ സാറും അതുപോലെ NSS പ്രോഗ്രാം ഓഫീസേഴ്സും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികൾ നൽകുന്ന പിന്തുണയും വളരെ വലുതാണ്. കേരളത്തിലെ കലാലയങ്ങളിലും സ്കൂളുകളിലും പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പ്രത്യേക സാമൂഹിക സേവന പദ്ധതിയായി ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചാൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. വിഭാസന പോലുള്ള വൈകാരിക സഹായ കേന്ദ്രങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനും സാധിക്കും. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ ആചരണം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സ്വയം സജ്ജരാകുന്നതിന് പൊതുസമൂഹത്തെയും സഭാംഗങ്ങളെയും കൂടുതലായി പ്രേരിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികൾ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ മുൻഗണനയായി സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നു. നന്ദി.